Sabha invites Sri Manoj Kokad, our District Panchayat member, to address the gathering. Welcome, sir. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനായ ഈ സ്കൂളിൻ്റെ അസിസ്റ്റൻ്റ് മാനേജർ കൂടിയായ ഫാദർ ജോർജ് മമ്മൂട്ടിൽ, ഈ സ്കൂളിന് നെടുനായകത്വം വഹിക്കുന്ന എത്രയും ബഹുമാനായ ഫാദർ ആൻ്റണി പുലിമാലിയിലച്ഛൻ, പ്രിയപ്പെട്ട എൻ്റെ കോളേജ് മേറ്റും പ്രിൻസിപ്പളുമായ ശ്രീ ജിജി ഫിലിപ്പ് അവറുകൾ, ബഹുമാനായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ തോമസ് മാത്യു കക്കുഴിയടക്കം, മുതിർന്ന ശ്രീ ടോമി കാവാലമടക്കമുള്ള ജനപ്രതിനിധികളെ, അധ്യാപകർ, നല്ലവരായിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ദീർഘമായി സംസാരിക്കുന്നതിനുള്ള ഒരു സാധ്യത ഇവിടെയില്ല എന്നുള്ള ഉത്ബോധത്തോടു കൂടി തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജനാധിപത്യവും മതേതരത്വവും ദേശസ്നേഹവും അതിന് പാഠ്യവിഷയങ്ങൾക്ക് ഒപ്പം തന്നെ പരിപോഷിപ്പിച്ച് നിർത്തേണ്ടത് ഈ നാടിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ് എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ HM പ്രിൻസിപ്പൽ അടക്കം ഈ ജനാധിപത്യ സംസ്കൃതിയുടെ ഭാഗമായി സമ്മതിദാനാവകാശത്തിൻ്റെ വിനിയോഗത്തിൽ നിങ്ങൾക്ക് വയസ്സുകൊണ്ട് പ്രാപ്യമല്ലെങ്കിൽ ഈ ജനാധിപത്യ സംസ്കൃതിയുടെ ഭാഗമായി ഈ യോഗത്തോടു കൂടി നിങ്ങളെയും കൂട്ടിച്ചേർക്കുകയാണ്, വിളക്കി ചേർക്കുകയാണ് എന്ന് ഞാൻ അനുമാനിക്കുന്നു. നമ്മുടെ നാട്ടിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് അടുത്ത തലമുറയ്ക്ക് ഉത്കൃഷ്ടമായിട്ടുള്ള പാരമ്പര്യങ്ങളുടെയും മൂല്യങ്ങളുടെയും ദീപശിഖയെ കൈമാറി നൽകപ്പെടാൻ വിധിക്കപ്പെട്ടവരും അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടവരുമാണ് നാം എന്നുള്ള ഉത്തമബോധ്യം നമ്മളിൽ നിക്ഷിപ്തമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു സ്വീകരണമാണ് ഇവിടെ നൽകിയത്. CC പ്ലാന്റിൻ്റെ ഒരു ഇഷ്ടക്കാരൻ കൂടിയാണ് ഞാനിതിൻ്റെ 3 വെറൈറ്റി ലീഫുള്ള 3 വെറൈറ്റി വളർത്തുന്ന ഒരു ആളുകൂടിയാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പ്ലാന്റ് സസൃത്തം വീക്ഷിച്ചപ്പോൾ രണ്ടാമതിരിക്കുന്ന പ്ലാന്റ് അല്പം ശോഷിച്ചതാണ്. അവിടെയും എനിക്കൊരു നന്മയെ കാണുവാൻ സാധിച്ചു. അവന് ഇണയായിട്ട് തുണയായിട്ട് ഒരു ബ്രാഞ്ച് കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് എനിക്ക് നിങ്ങളോട് സംവദിക്കണമെന്ന് തോന്നിയത്, വിവിധ കുടുംബങ്ങളിൽ വിവിധ അന്തരീക്ഷങ്ങളിൽ ജനിച്ച് ജീവിച്ച് കടന്നു വരുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരുവന് ജന്മസിദ്ധമായ ചില വാസനകൾ കൂടുതൽ കാണും. പക്ഷേ നിങ്ങളുടെ സഹയാത്രികനെ കൂടി കൈ നൽകിക്കൊണ്ട് സ്വീകരിച്ച് അവനുകൂടി നിങ്ങളുടേതായ ആശയങ്ങളെയും കഴിവുകളെയും പകർന്നു നൽകുന്നതിനും അവനൊരു താങ്ങായി തീരുന്നതിനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുവാൻ ആ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുക. എല്ലാവരും കൂടി ഒത്തു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിപൂർണമായ ഒരു സക്സസിലേക്ക് എത്തുവാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ എത്ര കഴിവും പ്രാപ്തിയുള്ള ആളുകളാണെങ്കിലും അവൻ്റെ വളർച്ച എന്ന് പറയുന്നത് അവനെ ഫീഡ് ചെയ്യാൻ മറ്റുള്ളവർ വേണം എന്നുള്ളതാണ്. ഷെയ്ഡ് നൽകേണ്ടതായിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഫെർട്ടിലൈസർ നൽകേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും സാധ്യമായില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്കാർക്കും ഒരു വളർച്ചയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ ഉദ്ബോധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആയതുകൊണ്ട് പരസ്പര സ്നേഹവും സൗഹാർദ്ദവും അതിനപ്പുറമായുള്ള പരസ്പരം ഫീഡിങ്ങും നിങ്ങളിൽ കുട്ടിക്കാലം മുതൽ ശീലിച്ചു വരേണ്ടത് ഈ കാലത്തിൻ്റെ ആവശ്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രകൃതിയെ സ്നേഹിക്കുന്നതിനുള്ള ഒരു താല്പര്യത്തെ ജനിപ്പിക്കുന്നതിന് കൂടിയാണ് ഈ ഒരു സമ്മാനം എന്ന് ഞാൻ കരുതുകയാണ്. മനുഷ്യനും ജീവജാലങ്ങളും പ്രകൃതിയും എല്ലാം ഉൾപ്പെട്ട ഇക്കോസിസ്റ്റം അത് നിലനിർത്തേണ്ടതും നിലനിൽക്കേണ്ടതും കാലത്തിൻ്റെ ആവശ്യമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിയ ലേഖനത്തിൻ്റെ ഭാഗമായി KCBC പച്ചയായ പുൽത്തകിടിയിലേക്ക് എന്ന ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
ആ പുസ്തകം 4 ആവർത്തി ഞാൻ വായിച്ചിട്ടുണ്ട്. എത്രയോ ഉത്കൃഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോ ജീവജാലങ്ങൾക്കും, ഓരോ ചെടിക്കും, ഓരോ ഷഡ്പദങ്ങൾക്കും ഈ പ്രകൃതിയെ നിലനിർത്തുന്നതിന് അതിൻ്റെതായ പങ്കാളിത്തമുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങളിലും ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യ വിഭവശേഷിയിൽ നമ്മൾ വലിയ രീതിയിൽ പുരോഗതി പ്രാപിക്കുകയും ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് നമ്മുടെ പ്രശംസ ആകർഷിച്ച മനുഷ്യ വിഭവശേഷിയെ സമ്മാനമായി നൽകുകയും അതിലൂടെ വിദേശ പണത്തെ നമ്മൾ സ്വീകരിച്ച് നാടിന്റെ വലിയ വികസനത്തിന്റെ സാധ്യതകളിലേക്ക് കിടക്കുകയും എല്ലാം ഉണ്ടായി. അവിടെ വികസ്വര രാജ്യം എന്നുള്ളതിൽ നിന്ന് വികസിത രാജ്യം എന്നുള്ള ആ ഒരു മാറ്റത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ രാജ്യം വികസിത രാജ്യമായി മാറണമെങ്കിൽ എനിക്ക് മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അതിനനുസൃതമായി പ്രാപ്യമാകണം എന്നുള്ള ചിന്ത ഞാൻ പങ്കുവെക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ എല്ലാ അർത്ഥതലങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മാറ്റങ്ങൾക്ക് ഇടം നൽകേണ്ട ആളുകളായി വർത്തിക്കേണ്ടിയിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങളിലെല്ലാം മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഈ മാൻ പവർ സപ്ലൈ എന്നുള്ള നിലയിൽ നമുക്ക് സാധ്യമാകാത്ത ഒരു ഘട്ടത്തിലേക്ക് എത്താം. അവിടെ ആശ്രയം നമ്മുടെ നാടും നമ്മുടെ ദേശവും മാത്രമേ ഉള്ളൂ. ആയതുകൊണ്ട് വളരെ ഉത്കൃഷ്ടമായി മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ദേശസ്നേഹവും മതേതരത്വവും ജനാധിപത്യവും അത് സംരക്ഷിക്കുവാൻ നാം ഓരോരുത്തരും പാത്രീഭവിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വപ്നങ്ങളിലൂടെയുള്ള ജീവിതമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അബ്ദുൾ കലാമിന്റെ പുസ്തകത്തിൽ അഗ്നിച്ചിറകുകളിൽ എഴുതപ്പെട്ടതുപോലെ നിങ്ങൾ ഓരോരുത്തരും സ്വപ്നം കാണണം. നിങ്ങൾക്ക് പ്രാപ്യമല്ലാത്ത കാര്യങ്ങളും നിങ്ങൾ സ്വപ്നം കാണണം. അത്തരത്തിലുള്ള സ്വപ്നങ്ങളിലൂടെ ആ സ്വപ്നങ്ങളുടെ വാതായനങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുമ്പോൾ അതിലൂടെയുള്ള സഞ്ചാരമാണ് ഒരു പരിപൂർണതയിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സൂക്ഷ്മതയിൽ നിന്ന് സ്ഥൂലതയിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. നിശ്ചയമായിട്ടും സൂക്ഷ്മമായ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനപ്പുറമായിട്ടുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള ചിന്ത, ആ ചിന്താധാരയെ നമ്മൾ ഉരുത്തിരിയണം. അത് നമുക്ക് ഭാവിക്ക് വലിയ രീതിയിലുള്ള പ്രാപ്യമായ കാര്യങ്ങളായി മാറുമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സ്കൂളിന്റെ ഗ്രൗണ്ട് അത് ഇവിടുത്തെ സ്ഥിതി എനിക്കറിയില്ല, പബ്ലിക്കിനും കൂടി ഒരു സമയനിഷ്ഠയോടുകൂടി ഉപയോഗിക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർവഹണത്തിൽ മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എന്നുള്ള നിലയിൽ ഒരു ഓപ്പൺ ജിം അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ ഞാൻ പരിശ്രമിക്കും എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛന്മാരുടെ ശിക്ഷണത്തിൽ സന്യസ്തരായിട്ടുള്ള പ്രിയപ്പെട്ട കന്യാസ്ത്രീകളായിട്ടുള്ള അധ്യാപകരുടെ ശിക്ഷണത്തിൽ, മറ്റധ്യാപകരുടെ ശിക്ഷണത്തിലെല്ലാം നിങ്ങൾ പഠിക്കുമ്പോൾ ആ പഠനം നിങ്ങളുടെ നാട്ടിൽ തന്നെ ലഭ്യമാകുന്നു എന്നുള്ളത് ഒരു ഭാഗ്യമായി നിങ്ങൾ കാണണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിയ ഈ സ്വീകരണത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.